2025 ഗുരുവും ശനിയും രാശി മാറുന്നു. ശനി മീനത്തിലേക്കും ഗുരു മിഥുനത്തിലേക്കും മാറും. ശനി ഗുരുവുമായി സൗഹൃദമില്ലാത്ത രാശിയിലേക്കും ഗുരു ശത്രുരാശിയിലേക്കുമാണ് മാറുന്നത്. അതിനാൽ ഗുരുവിന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കണമെന്നില്ല. 3, 6, 8, 12 രാശികളിലേക്ക് മാറുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തികകാൽ. വർഷത്തിന്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വളരെ നല്ല സമയമായിരിക്കും. ജോലിമാറ്റം, പണം നിക്ഷേപിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നത് ഉചിതമാണ്. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല. പല പ്രശ്നങ്ങളും നേരിടേണ്ടിവരും. മെയ് മാസത്തിൽ വ്യാഴം 3ാം ഭാവത്തിലും മാർച്ച് മാസത്തിൽ ശനി 7ാം ശനിയുടെ തുടക്കത്തിലുമായി വരുന്നു. ഇത് ദോഷകരമായ സമയമാണ്. അതിനാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക. വിഷ്ണു, ധർമ്മശാസ്താവ്, ഹനുമാൻ എന്നീ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇടവം രാശി. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, അര. ഈ വർഷം ഇടവം രാശിക്കാർക്ക് ധാരാളം നേട്ടങ്ങളുണ്ടാകും. വർഷത്തിന്റെ പകുതി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ വരും. ജോലിയിൽ പുരോഗതിയുണ്ടാകും. ഒരുപാട് കാലമായി കിട്ടാതിരുന്ന പണമോ അംഗീകാരങ്ങളോ ലഭിക്കും. മാർച്ച് മാസത്തിൽ ശനിയും വ്യാഴവും അനുകൂല സ്ഥാനങ്ങളിലേക്ക് മാറും. ഇത് ഈ രാശിക്കാർക്ക് കൂടുതൽ നല്ല സമയമാണ്. കുടുംബത്തിലെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഐശ്വര്യം നൽകും. മിഥുനം രാശി. മകയിരം, തിരുവാതിര, പുണർദം മുക്കാൽ. ഈ വർഷം മിഥുനം രാശിക്കാർക്ക് ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട അനുഭവങ്ങളാകുമുണ്ടാവുക. വർഷത്തിന്റെ പകുതിക്ക് ശേഷം സാമ്പത്തിക സ്ഥിതിയിൽ നേരിയ പുരോഗതി പ്രതീക്ഷിക്കാം. ജോലി മാറ്റം ആലോചിക്കുന്നത് തൽക്കാലം ഒഴിവാക്കുക. നിക്ഷേപം, കടം നൽകൽ എന്നിവയിൽ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മാർച്ച് മാസത്തിൽ കണ്ടകശനി ആരംഭിക്കുന്നതിനാൽ ജോലിയിൽ തടസ്സങ്ങളും മന്ദതയും അനുഭവപ്പെട്ടേക്കാം. മെയ് മാസത്തിൽ വ്യാഴം ജന്മരാശിയിൽ വരുന്നത് അത്ര നല്ലതല്ല. വിഷ്ണുക്ഷേത്ര ദർശനം, ഭജന എന്നിവ ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. കർക്കിടകം രാശിക്കാർക്ക്. പുണർദം കാൽ, പൂയം, ആയില്യം നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാർക്ക് ഈ വർഷം പൊതുവെ നല്ലതും ചീത്തയുമെല്ലാം ചേർന്ന ഫലങ്ങളായിരിക്കും ലഭിക്കുക. വർഷത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷം പണമിടപാടുകളിൽ ശ്രദ്ധ കൂടുതൽ വേണം. ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ മെച്ചപ്പെടുമെങ്കിലും ചില സമയങ്ങളിൽ മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. മാർച്ച് മാസത്തിൽ ശനി 9ാം ഭാവത്തിലേക്ക് വരുന്നത് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. പക്ഷേ മെയ് മാസത്തിൽ വ്യാഴം 12ാം ഭാവത്തിലേക്ക് വരുന്നത് പണനഷ്ടം, കടബാധ്യത എന്നിവയ്ക്ക് കാരണമായേക്കാം. ഈ വെല്ലുവിളികളെല്ലാം ശാന്തമായി നേരിടുക. ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും തൊഴുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം കാൽ. ഈ വർഷം പൊതുവെ അനുകൂലമാണ്. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തികമായി പുരോഗതിയുണ്ടാകും. ജോലിയിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കണ്ടകശനി മാറുന്നത് ഉന്മേഷം നൽകും. എങ്കിലും അഷ്ടമരാശി കാരണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. ശരിയായ വ്യായാമവും ചികിത്സയും ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മാർച്ചിൽ ശനി അഷ്ടമരാശിയിലും മെയ് മാസത്തിൽ വ്യാഴം 11ാം രാശിയിലും പ്രവേശിക്കും. വ്യാഴത്തിന്റെ അനുകൂല സ്ഥാനം നല്ല ഫലങ്ങൾ നൽകും. കുടുംബത്തിലെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും ശാസ്താവിനെ ദർശനം നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. കന്നിരാശി. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര, അര. ഈ വർഷം കന്നിരാശിക്കാർക്ക് നല്ലതും ചീത്തയും കലർന്ന അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. മാർച്ച് മാസത്തിൽ ശനി 7ാം സ്ഥാനത്തേക്ക് മാറുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകാനും ജോലിസ്ഥലത്ത് മത്സരം കൂടാനും സാധ്യതയുണ്ട്. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം 10ാം സ്ഥാനത്തേക്ക് മാറുമ്പോൾ ജോലിയിൽ കൂടുതൽ വെല്ലുവിളികളുണ്ടാകാം. ചിലർക്ക് ജോലിയിൽ മാറ്റം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇത്തരം ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ വിഷ്ണു, ഗണപതി, ശാസ്താവ് എന്നീ ദേവന്മാരെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ക്ഷേത്രദർശനം നടത്തുന്നത് ഗുണം ചെയ്യും. തുലാം രാശിക്കാർക്ക്. ചിത്തിരയുടെ പകുതി, ചോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങൾ. ഈ വർഷം മിക്ക കാര്യങ്ങളിലും നല്ല പുരോഗതിയുണ്ടാകും. വർഷത്തിന്റെ പകുതി കഴിഞ്ഞാൽ ജോലിയിൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മാർച്ച് മാസത്തിലെ ശനിയുടെ മാറ്റവും മെയ് മാസത്തിലെ വ്യാഴത്തിന്റെ മാറ്റവും നല്ല ഫലങ്ങൾ നൽകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വർഷത്തിന്റെ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടിവരും. ഉത്സാഹക്കുറവും പ്രതീക്ഷയില്ലായ്മയും തോന്നിയേക്കാം. മാർച്ച് കഴിഞ്ഞാൽ ശത്രുക്കളെ തോൽപ്പിക്കാൻ സാധിക്കും. ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും നല്ല ഫലങ്ങൾ നൽകും. വൃശ്ചികം രാശി. വിശാഖം കാൽ, അനിഴം, തൃക്കേട്ട. ഈ രാശിക്കാർക്ക് ഈ വർഷം നല്ലതും ചീത്തയും കലർന്ന ഫലങ്ങൾ നൽകും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക നേട്ടങ്ങളും സന്തോഷവും ഉണ്ടാകും. എന്നാൽ രണ്ടാം പകുതിയിൽ ആരോഗ്യപരവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മാർച്ച് മാസത്തിൽ ശനി 5ലേക്ക് വരുന്നത് കൂടുതൽ അനുകൂലമാണ്. എങ്കിലും അനാവശ്യ ചിന്തകൾ ആത്മവിശ്വാസം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. മെയ് മാസത്തിൽ വ്യാഴം 8ാം ഭാവത്തിൽ വരുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ അത്ര നല്ലതല്ല.
ആരോഗ്യം ശ്രദ്ധിക്കുക. കൃത്യമായി വ്യായാമം ചെയ്യുകയും നല്ല ആഹാരക്രമം പാലിക്കുകയും ചെയ്യുക. അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നല്ലതാണ്. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, കാൽ ഈ വർഷം ഗുണവും ദോഷവും കലർന്നതായിരിക്കും. സാമ്പത്തികം. കുറച്ചുകാലമായി ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർഷത്തിന്റെ രണ്ടാം പകുതിയോടെ മാറും. ജോലിയിൽ പുരോഗതിയുണ്ടാകും. ശനിയുടെ സ്ഥാനം അനുകൂലമല്ലെങ്കിലും വ്യാഴത്തിന്റെ മാറ്റം ഗുണം ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മാർച്ച് മുതൽ കണ്ടകശനി തുടങ്ങുന്നതുകൊണ്ട് യാത്രകളിലും കാര്യങ്ങളിലും തടസ്സങ്ങൾ വരാം. മെയ് മാസത്തിൽ വ്യാഴത്തിന്റെ മാറ്റം ജോലിയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. പരിഹാരങ്ങൾ. വിഷ്ണുഭജനം, ക്ഷേത്രദർശനം എന്നിവ ചെയ്യുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര ഈ രാശിക്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതി നല്ലതായിരിക്കും. എന്നാൽ രണ്ടാം പകുതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് ഇഷ്ടമില്ലാത്ത മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മാർച്ച് മാസത്തിൽ 7.5 ശനി അവസാനിക്കും. ശനിയുടെ നല്ല സ്വാധീനമുണ്ടാകും. എന്നാൽ മെയ് മാസത്തിൽ വ്യാഴം 6-ാം ഭാവത്തിലേക്ക് മാറും. ഈ സമയത്ത് ജോലിമാറ്റം, പണം നിക്ഷേപിക്കൽ, ഊഹക്കച്ചവടം എന്നിവ ഒഴിവാക്കണം. വിഷ്ണു, ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും. കുംഭം രാശി. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഈ വർഷം പൊതുവെ കുംഭം രാശിക്കാർക്ക് നല്ലതായിരിക്കും. പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്താനുള്ള അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മാർച്ച് മാസത്തിൽ ശനി 7.5 ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. മെയ് മാസത്തിൽ വ്യാഴം അനുകൂല സ്ഥാനത്തേക്ക് വരുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും കുട്ടികളിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുകയും ചെയ്യും. 7.5 ശനി നടക്കുന്നതിനാൽ ചിലവുകൾ ശ്രദ്ധിക്കുക. ശ്രീകൃഷ്ണനെയും ഹനുമാനെയും പ്രാർത്ഥിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും. മീനം രാശി. പൂരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി മീനം രാശിക്കാർക്ക് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കും. വർഷത്തിന്റെ പകുതിക്ക് ശേഷം ബുദ്ധിമുട്ടുകൾ കുറയും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ജോലിമാറ്റം, പരിചയമില്ലാത്ത മേഖലകളിൽ പണം നിക്ഷേപിക്കുക, കടം കൊടുക്കുക, ലോൺ എടുക്കുക എന്നിവ ഒഴിവാക്കണം. കൂടെയുള്ളവർ നമ്മളെ സഹായിക്കാതെ മാറി നിൽക്കുന്നതായി തോന്നിയേക്കാം. മാർച്ച് മാസം മുതൽ 7.5 ശനിയുടെ രണ്ടാം ഘട്ടം തുടങ്ങും. മെയ് മാസത്തിൽ വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറുന്നത് കഴിഞ്ഞ സമയത്തേക്കാൾ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ സമയം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിഷ്ണു, ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും ഗുണം നൽകും.